ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അറബിക് ഫുഡായ മൽഫൂഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനായി നമ്മൾ വലിയ ക്യാബേജ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ അതിൻ്റെ ഇല വിടർത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ വലിയ ക്യാബേജ് ആയിരുന്നു, 2-3 ക്യാബേജ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇലയൊന്ന് സ്മൂത്തായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ആ ഇല വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നിരത്തി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി നമ്മളെടുത്തിരിക്കുന്നത് ചെറിയ തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളി ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തക്കാളി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അരിയാണ് കാണുന്നത്, ഇറച്ചിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടണം, വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റിനോട് കൂടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റും കൂടെ വന്നു കഴിയുമ്പം നല്ല സ്വാദാണ്. അപ്പം നമുക്കിതിലേക്ക് അടിയിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അരി ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ച് കഴുകിയെടുത്തതിന് ശേഷം മിൻസ്ഡ് മീറ്റാണ്. എന്തിറച്ചിയായാലും കുഴപ്പമില്ല. ചിക്കൻ ഇനി ചെറുതായിട്ട് മുറിച്ചിട്ടായാലും ബീഫ് ചെറുതായിട്ട് മുറിച്ചിട്ടായാലും ഇതുപോലെ ആടിൻ്റെ ഇറച്ചി ചെറുതായിട്ട് മുറിച്ചിട്ടായാലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിൻസ്ഡ് മീറ്റാണ്. അതിലേക്ക് കുറച്ച് സ്പൈസസ്, ഇറച്ചി മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ല, ഇനി അതിൽ ഇല നിവർത്തി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചുരുട്ടി മടക്കി അടിയിൽ നിരത്തി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനും 1-2 എണ്ണം ചുരുട്ടുന്നുണ്ട്. വലിയ ഇല ആയതിനാൽ കുറച്ച് വലുപ്പത്തിൽ റോളായിട്ട് വരും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ചെറിയ ഇലയ്ക്കും ചെറിയ റോളും ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ചുരുട്ടി ഇവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ നമ്മളത് അരി വെച്ച് ചുരുട്ടിയതിന് ശേഷം 2 അറ്റം വരുന്നത് ചെറിയ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പായി കിട്ടും. കണ്ടില്ലേ, ഇതൊക്കെ ഇന്നിനി ചുരുട്ടിയെടുക്കാനുള്ളതാണ്. ഇതിനുള്ള ക്യാബേജിൻ്റെ ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് രാവിലെ തന്നെ ഇലയെല്ലാം തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അപ്പം ചൂടൊക്കെ ആറിയിട്ട് എളുപ്പമുണ്ടാവും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അടുക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പം ഇത് വിട്ടു പോരത്തില്ല, ഓരോന്നോരോന്നായിട്ട് തുറന്നൊന്നും പോകത്തില്ല. ഇങ്ങനെ ചേർത്ത് വെച്ച് അടുക്കി വെക്കുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് ഇലയും കൂടെ നിരത്തി വെച്ച് കൊടുക്കാം. ക്യാബേജിൻ്റെ ഇല തന്നെ, കുറച്ച് പുഴുങ്ങിയ ഇല തന്നെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ഇറച്ചിയോ എന്തെങ്കിലും, ഞാനിവിടെ ഒരു പ്രാവിൻ്റെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ വളർത്തുന്ന പ്രാവാണ്. അപ്പോൾ അതിൻ്റെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമില്ല, ഇത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇല്ലാണ്ടും വെച്ചിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ മേലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇനി അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പാത്രം നകക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇവിടെ മൽഫൂഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെറൈറ്റി ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകൊക്കെ, എനിക്കിഷ്ടം പച്ചമുളകും തൈരുമാണ്. ഇതിൻ്റെ കൂടെ സലാഡ് നമുക്ക് കഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാനിനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനെടുത്തിരിക്കുന്നത് ഒരു സലാഡാണ്. തക്കാളിയും കുക്കുംബറും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു സലാഡാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ജനലിൻ്റെ പുറകിൽ ഒരു പൂച്ചയെ കാണാം. ആ പൂച്ചയ്ക്ക് അതിലൊരു നല്ലൊരു പീസ് ഇറച്ചി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ക്യാബേജ് കിട്ടിയാൽ പരീക്ഷിച്ച് നോക്കണം. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.